ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള റെഞ്ചീസ് മാജിക് ബാറ്റ് എന്ന് പറയുന്ന ലെസൺ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. രഞ്ജി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അവനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ് അവൻ്റെ ടീമിലെ. ഓക്കെ, പക്ഷേ ഒരു മാച്ചിൽ അവർ പരാജയപ്പെടുകയാണ്, രഞ്ജിയും അവൻ്റെ ടീമും പരാജയപ്പെടുകയാണ്. അപ്പോൾ അത് രഞ്ജിക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. അങ്ങനെ ഈ മാച്ചൊക്കെ കഴിഞ്ഞ് ആ ഒരു മാച്ചിൽ പരാജയപ്പെട്ടു. അങ്ങനെ തിരിച്ചിവൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പോർട്സ് ഷോപ്പ് ഉണ്ട് മിസ്റ്റർ കുമാറിൻ്റെ. അപ്പോൾ അവിടെ പോവുകയും അവിടുത്തെ സാധനങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് ഇവൻ. പക്ഷേ അന്ന് ആ സ്പോർട്സ് ഷോപ്പിൻ്റെ മുന്നിലൂടെ അവനിങ്ങനെ പാസ് ചെയ്ത് പോരുകയാണ്. അപ്പോൾ നമ്മളുടെ മിസ്റ്റർ കുമാർ ഇവനെ വിളിക്കും. അപ്പം മിസ്റ്റർ കുമാറിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ മിസ്റ്റർ കുമാർ ഇവന് ഒരു ബാറ്റ് കൊടുക്കും. അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സെഞ്ച്വറി അടിക്കാൻ സഹായിച്ച ബാറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇതൊരു മാജിക് ബാറ്റാണ് എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവനും ആ ഒരു കാര്യം വിശ്വസിക്കുകയാണ്. ആ ബാറ്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവനും മനസ്സിലാക്കുകയാണ്. കാരണം അവൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ തന്നെ ഹയസ്റ്റ് സ്കോർ അടിക്കുന്നത് ഈ ഒരു ബാറ്റ് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സന്തോഷം മിസ്റ്റർ കുമാറുമായിട്ട് വന്ന് പങ്കിടുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പേജ് നമ്പർ 100 നോക്കാം. ഇതൊരു ലക്കി ബാറ്റ് തന്നെയാണ് എന്ന് രഞ്ജി പറയുന്നതാണ് നമ്മൾ പേജ് നമ്പർ 99 ലാസ്റ്റ് വായിച്ചത്. ഇനി ഐ ടോൾഡ് യു സെഡ് മിസ്റ്റർ കുമാർ. അപ്പോൾ മിസ്റ്റർ കുമാർ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ലക്കി ബാറ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഗിവിങ് രഞ്ജി എ വാം ഹാൻഡ് ഷേക്ക്. രഞ്ജിക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തു. എന്തിനാണ്? അവൻ്റെ ഹയസ്റ്റ് സ്കോറ് അവൻ നേടിയതിൽ. ഓക്കെ, ദർ വിൽ ബി ബിഗർ സ്കോർസ് യെറ്റ്. ഇനിയും വലിയ വലിയ സ്കോറുകൾ അവന് നേടാൻ പറ്റും, ഇനിയും വരാനുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻഡ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട്. അപ്പം അതിന് ശേഷം എന്തോ ഒന്ന് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു. എന്താ അത് നമുക്ക് നോക്കാം. ആഫ്റ്റർ വൺ ഓഫ് ദ നെക്സ്റ്റ് മാച്ചസ് രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് teammate Bing who was injured during the match to the hospital. അപ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ച് മാച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം രഞ്ജിയുടെ ഒരു ടീംമേറ്റ്, അവൻ്റെ കൂടെ അവൻ്റെ ടീമിലുള്ള ഒരാൾ, അവൻ്റെ പേരെന്താണ്? ബീം എന്നാണ്. അവന് മാച്ചിനിടയ്ക്ക് ഒരു ഇഞ്ചുറി പറ്റുകയാണ്, ഒരു മുറിവെന്തോ പറ്റുകയാണ്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിലാക്കി. ആരെ? ബീമിനെ. In his anxiety about Bim, he left his bat on the bus. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ. അപ്പോൾ എന്തിനാണ് അവനിങ്ങനെ ടെൻഷൻ ആവുന്നത്? അവൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് അവൻ്റെ ടീംമേറ്റ് ബിമ്മിനാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ കാര്യം ആലോചിച്ച് ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദ ബസ്. അങ്ങനെ അവന് വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ബാറ്റ് ബസ്സിൽ വെച്ചു മറന്നു. അപ്പം ഇവൻ്റെ മനസ്സിൽ മുഴുവൻ എന്താണ്? ഇവൻ്റെ ടീംമേറ്റിന് ഇഞ്ചുറി പറ്റിയല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചിരുന്നതായിരിക്കാം അവൻ ആ ബാറ്റ് എടുക്കാൻ മറന്നുപോയി. അത് ബസ്സിൽ മിസ്സായി. അതാ സംഭവിച്ചത്. ഹി റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം. അവന് അത് ഓർത്തത് തന്നെ, ആ ഒരു ബാറ്റ് മിസ്സായത് തന്നെ അവൻ ഓർത്തത് എപ്പോഴാണ്? വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ്. ഹി കുഡിൻ റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ട്രാവൽഡ് ഇൻ. അവന് ഏത് ബസ്സിലാണ് അവൻ ട്രാവൽ ചെയ്തതെന്ന് പോലും ഓർമ്മയില്ല. ദ മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്. അപ്പം ആ ഒരു മാജിക് ബാറ്റ് എന്തായിട്ടുണ്ട്? ലോസ്റ്റ് ആയിട്ടുണ്ട്, പോയിട്ടുണ്ട് അല്ലേ, മിസ്സായിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഹി വാസ് അറ്റ് മിസ്റ്റർ കുമാർസ് ഷോപ്പ് ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്. അപ്പോൾ എന്താണ്? അടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അവൻ മിസ്റ്റർ കുമാറിൻ്റെ ഷോപ്പിൽ പോയി. അങ്ങനെ അവന് വളരെയധികം സങ്കടമുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ബാറ്റ് മിസ്സായതുകൊണ്ട്. അതാണ് പറയുന്നത് ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്. അവന് തന്നെ വളരെയധികം സങ്കടമുണ്ട്. വാട്ട് ഈസ് ദ മാറ്റർ ആസ്ക്ഡ് മിസ്റ്റർ കുമാർ. അപ്പം മിസ്റ്റർ കുമാർ ചോദിക്കുകയാണ് അവൻ്റെ സങ്കടത്തിലുള്ള ആ ഒരു നിൽപ്പ് കണ്ടിട്ട്, നിനക്ക് എന്താ പറ്റി, എന്താ മാറ്റർ എന്താണെന്ന് പറയുമെന്ന് പറയുകയാണ്. ഐ ഹാവ് ലോസ്റ്റ് ദ ബാറ്റ്. എനിക്ക് ആ ഒരു ബാറ്റ് നഷ്ടപ്പെട്ടു. സെഡ് രഞ്ജി. രഞ്ജി പറഞ്ഞു, യുവർ ലക്കി ബാറ്റ്. നിങ്ങളുടെ ലക്കി ബാറ്റ്, അതായത് മിസ്റ്റർ കുമാറിൻ്റെ ലക്കി ബാറ്റ്. ദ വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ബസ്. ഞാൻ ആ ഒരു ബാറ്റ് വെച്ചിട്ടാണ് ഈ റൺസ് എല്ലാം എടുത്തത്. ഞാനത് ആ ഒരു ബാറ്റ് ബസ്സിൽ വെച്ച് മറന്നു. ആൻഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ.
അപ്പം ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ഞങ്ങൾ ഡൽഹി സ്കൂളുമായിട്ട് മാച്ച് ഉണ്ട്, ഞങ്ങൾ കളിക്കുന്നുണ്ട്. വിതൗട്ട് യുവർ ബാറ്റ്, നിങ്ങളുടെ ബാറ്റ് ഇല്ലാതെ ഐ വിൽ ബി ഔട്ട് ഫോർ എ ഡക്ക് ആൻഡ് വിൽ ലോസ് അവർ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ബാറ്റ് ഇല്ലാതെ ഞാൻ മിക്കവാറും ഡക്കാവുമായിരിക്കും ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു റൺസ് പോലും എടുക്കാതെ പുറത്താവും, ഔട്ടാവും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് വി വിൽ ലോസ് അവർ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്. സ്കൂൾ ചാമ്പ്യൻസ് ആവാനുള്ള ഞങ്ങളുടെ ചാൻസും അതോടുകൂടി നഷ്ടപ്പെടും എന്ന് ഇവൻ പറയാണ്. രഞ്ജി. മിസ്റ്റർ കുമാർ ലുക്ഡ് എ ലിറ്റിൽ ആങ്ഷ്യസ് അറ്റ് ഫസ്റ്റ്. ആദ്യം മിസ്റ്റർ കുമാറിനെ കുറച്ച് ആങ്ഷ്യസ് ആയിട്ടാണ് കണ്ടത്. അതായത് കുറച്ച് ചിന്താകുലനായിട്ടാണ് മിസ്റ്റർ കുമാർ നിന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഹീ സ്മൈൽഡ് ആൻഡ് സെഡ്. അതിനുശേഷം അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. നിനക്ക് വേണ്ട റൺസൊക്കെ നിനക്ക് എടുക്കാൻ കഴിയും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബാറ്റ് എനിമോർ. ഒരിക്കലും ആ ഒരു ബാറ്റ് എൻ്റെ കയ്യിലില്ലല്ലോ, എനിക്കത് തിരിച്ച് കിട്ടില്ലല്ലോ, അത് മിസ്സായി പോയില്ലേ എന്ന് പറയാണ്. രഞ്ജി പറഞ്ഞു. എനി ബാറ്റ് വിൽ ഡു, മിസ്റ്റർ കുമാർ റിപ്ലൈഡ്. അപ്പം മിസ്റ്റർ കുമാർ മറുപടി പറയുന്നത് എന്താണ്, എനി ബാറ്റ് വിൽ ഡു, ഏത് ബാറ്റാണെങ്കിലും നിനക്ക് റൺസ് എടുക്കാൻ പറ്റുമെന്ന് പറയാണ്. വാട്ട് ഡു യു മീൻ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് രഞ്ജി ചോദിക്കുകയാണ്. ആരോട്? മിസ്റ്റർ കുമാറിനോട്. പേജ് നമ്പർ 101. I mean, it is the Batman and not the bat that counts. അപ്പം മിസ്റ്റർ കുമാർ പറയാണ്, ആരാണോ ബാറ്റ് ചെയ്യുന്നത് ആ ബാറ്റ്മാൻ്റെ കഴിവിലാണ് കാര്യം. നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്, ആ ഒരു ബാറ്റല്ല ഈ റൺസ് കൗണ്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഷാൾ ഐ ടെൽ യു സംതിങ്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ദാറ്റ് ഓൾഡ് ബാറ്റ് ഐ ഗേവ് യു വാസ് നോ ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ബാറ്റ് ഐ ഹാവ് യൂസ്ഡ്. എന്താ പറയുന്നത്, ഞാൻ നിനക്ക് തന്ന ആ ഒരു പഴയ ബാറ്റ് ഉണ്ടല്ലോ, അത് മറ്റുള്ള ബാറ്റുകളുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല, ഒരു ഡിഫറൻസും ഇല്ല, എല്ലാ ബാറ്റുകളും ഒരുപോലെയാണെന്നാണ് പറയുന്നത്. ട്രൂ, ഐ മെയ്ഡ് ലോട്ട്സ് ഓഫ് റൺ വിത്ത് ഇറ്റ്. ശരിയാണ്, ഞാൻ അത് വെച്ചിട്ട് ഒരുപാട് റൺസ് എടുത്തിട്ടുണ്ട്. ബട്ട് ഐ മെയ്ഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു. പക്ഷേ ഞാൻ മറ്റ് പല ബാറ്റുകൾ വെച്ചിട്ടും റൺസ് എടുത്തിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡഡ് ഓൺ എ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്. അതായത് ഒരു സ്പെഷ്യൽ ബാറ്റൊന്നും എനിക്ക് റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതുവരെ ഞാനൊരു സ്പെഷ്യൽ ബാറ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബാറ്റ് യൂസ് ചെയ്ത് മാത്രമല്ല റൺസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒരു ബാറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. A bat has magic only when the batsman has magic. ബാറ്റ്സ്മാന് ആരാണോ ബാറ്റ് ചെയ്യുന്നത് ആ ബാറ്റ്സ്മാന് മാജിക് ഉണ്ടെങ്കിൽ മാത്രമേ ബാറ്റിന് മാജിക് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. നോട്ട് എ ബാറ്റ്, ഒരു ബാറ്റൊന്നുമല്ല. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന് അല്ലെങ്കിൽ എന്ത് കളിയും ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യവും ആയിക്കോട്ടെ നമ്മളത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്, നോട്ട് എ ബാറ്റ്, ഒരു ബാറ്റ് അല്ല. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. നിങ്ങൾ ആ ഒരു ബാറ്റിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ച് നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് കോൺഫിഡൻസ് ആസ്ഡ് രഞ്ജി. രഞ്ജി ചോദിക്കുകയാണ്, എന്താണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം. രഞ്ജിക്ക് അതൊരു പുതിയ വേർഡായിരുന്നു. കോൺഫിഡൻസ് സെഡ് മിസ്റ്റർ കുമാർ സ്ലോലി. അപ്പോൾ മിസ്റ്റർ കുമാർ പതിയെ ഇങ്ങനെ കോൺഫിഡൻസ് എന്ന് ഇങ്ങനെ മുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. നിങ്ങൾ നല്ലതാണ്, നിങ്ങൾ ഓക്കെ ആണ് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്കത് ചെയ്യാൻ കഴിയും, നമ്മൾ ഓക്കെയാണ്, എനിക്ക് പറ്റും എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ബിലീവ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, കോൺഫിഡൻസ് എന്ന് പറയുക. ഓക്കെ. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിതൗട്ട് ദ ബാറ്റ്. എനിക്ക് ആ ബാറ്റ് ഇല്ലാതെ ഞാൻ ഗുഡാണോ, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഓഫ് കോഴ്സ് യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. അതെ, ശരിക്കും നീ എപ്പോഴും നല്ലത് തന്നെയാണ്. യു ആർ ഗുഡ് നൗ. നീ ഇപ്പോൾ നല്ലതാണ്. യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ 2, അതായത് മറ്റന്നാൾ ഒരു മാച്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മാച്ചിലും നീ നന്നായി തന്നെ കളിക്കും, നീ നല്ലതാണ്, നീ നല്ലൊരു പ്ലെയർ ആണെന്ന് പറയാണ്. റിമെമ്പർ ദാറ്റ്, അതായത് ഇന്നലെയും ഇന്നും നാളെയും നീ നല്ലത് തന്നെയാണ്.
നീ നന്നായി കളിക്കും, നീ നല്ല പ്ലെയർ ആണെന്നാണ് പറയുന്നത്. അത് നീ എന്ത് ചെയ്യുക, റിമെമ്പർ ചെയ്യുക, ഓർക്കുക. ഇഫ് യു റിമെമ്പർ ഇറ്റ്, നീ ഓർക്കുകയാണെങ്കിൽ, അത് നീ ഓർക്കുകയാണെങ്കിൽ യു വിൽ മേക്ക് ദ റൺസ്, നിനക്ക് റൺസ് എടുക്കാൻ കഴിയും. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ, നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറയാണ്. On Saturday, Renji walked to the wicket with a bat borrowed from Beam. അതായത് ശനിയാഴ്ച മാച്ചിന് പോയത് അവൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള ബീം ഉണ്ടല്ലോ, ബീമിൻ്റെ കയ്യിൽ നിന്നും ഒരു ബാറ്റ് ബോറോ ചെയ്തിട്ട് കടം വാങ്ങിയിട്ടാണ് അവൻ ആ ഒരു മാച്ചിന് പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. The school team had lost its first wicket with only 2 runs on the board. അങ്ങനെ ആകെ 2 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്ക് അവൻ്റെ ടീമിലെ ഫസ്റ്റ് ബാറ്റ്മാൻ ഔട്ടായി. പിന്നെ എന്താ സംഭവിച്ചത്, രഞ്ജി വെൻറ്റ് ഇൻ അറ്റ് ദ സ്റ്റേജ്. അങ്ങനെ രഞ്ജി ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ദ ഡൽഹി സ്കൂൾസ് ഓപ്പണിംഗ് ബൗളർ വാസ് സെൻഡിങ് ഡൗൺ സം റിയലി ഫാസ്റ്റ് വൺസ്. അപ്പം ഡൽഹി സ്കൂളിൻ്റെ ഓപ്പണിംഗ് ബൗളർ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ബൗൾ ചെയ്യുന്ന നല്ല ബൗളറാണ്. അപ്പം അവന് നേർക്കാണ് രഞ്ജി നിൽക്കുന്നത്. രഞ്ജി ഫേസ്ഡ് അപ്പ് ടു ഹിം. The first ball was very fast, but it wasn't on a good length. അപ്പോൾ ആദ്യത്തെ ബോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ അതൊരു നല്ല ഗുഡ് ലെങ്തിലായിരുന്നില്ല. Quick on his feet, Renji stepped back and pulled it hard to the long on boundary. അപ്പം എന്താ സംഭവിച്ചത്, ആദ്യത്തത് തന്നെ ബൗണ്ടറി അടിച്ചു. ആരാണ് അടിച്ചത്, നമ്മുടെ രഞ്ജിയാണ്. ഓക്കെ. The ball soared over the heads of the fielders and landed with a crash in a crate full of cold drink bottles. എന്താ സംഭവിച്ചത്, ആ ഒരു ബോൾ ആകാശത്ത്, അതായത് മുകളിലൂടെ ഇങ്ങനെ ചുഴറ്റി ഇങ്ങനെ ഈ ഫീൽഡേഴ്സിൻ്റെ ഒക്കെ ഹെഡിൻ്റെ മുകളിലൂടെ, തലയുടെ മുകളിലൂടെ പോയിട്ട് എവിടെയാണ് ലാൻഡ് ചെയ്തത്, ലാൻഡഡ് വിത്ത് എ ക്രാഷ് ഇൻ എ ക്രീറ്റ് ഫുൾ ഓഫ് കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ്. കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ് വെച്ചിട്ടുള്ള ഒരു പെട്ടി ഉണ്ടല്ലോ, അതിൽ പോയിട്ടാണ് ഈ ഒരു ബോൾ വീണത്. ബൗണ്ടറീസ് ഒക്കെ കടന്നു പോയി അങ്ങ് വീണു. A 6, everyone stood up and cheered. അപ്പം അതൊരു 6 ആണ്, ബൗണ്ടറീസ് ഒക്കെ കടന്നു പോയാണ് ബോൾ വീണിട്ടുള്ളത്. അപ്പോൾ അതൊരു 6 ആണ്. everyone stood up, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. and cheered, എല്ലാവരും ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ് അല്ലേ. and it was only the beginning of Renji's wonderful innings. അപ്പം ഇത് രഞ്ജിയുടെ വണ്ടർഫുൾ ഇന്നിങ്സിൻ്റെ തുടക്കം മാത്രമായിരുന്നു. the match ended in a draw. പക്ഷേ മാച്ച് സമനിലയിലാണ്, ഡ്രോ ആണ് കേട്ടോ, സമനിലയിലാണ് അവസാനിച്ചത്. ബട്ട് രഞ്ജീസ് 75 വാസ് ദ ടോക്ക് ഓഫ് ദ സ്കൂൾ. രഞ്ജി 75 റൺസ് എടുത്തു, അതായിരുന്നു സ്കൂളിലെ സംസാരം. കാരണം അത്രയും നല്ല റൺസ് എടുത്താണല്ലോ, അപ്പം സ്കൂളിലെല്ലാവരും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓൺ ഹിസ് വേ ഹോം ഹി ബോട്ട് a dozen ലഡൂസ്. അപ്പം അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഡസൻ ലഡു വാങ്ങിച്ചു. ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 അല്ലേ. 6 for his neighbor കുക്കി ആൻഡ് 6 for മിസ്റ്റർ കുമാർ. 6 എണ്ണം അവൻ്റെ അയൽവാസി അല്ലെങ്കിൽ നെയ്ബറായിട്ടുള്ള കുക്കിക്കും 6 എണ്ണം മിസ്റ്റർ കുമാറിനുമായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ലെസൺ ഉള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.